السلام عليكم ورحمة الله. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. ബഹുമാനികളെ, നമ്മുടെ അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹമായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം, അതാണ് മനുഷ്യൻ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷം എന്നത്. ലോകത്ത് സന്തോഷവാന്മാരെ ചരിത്രത്തിൽ ഏറ്റവും നന്നായി സന്തോഷം അനുഭവിച്ചവരെ പഠിക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് വരിക, അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു സ്ഥാനത്ത് വരിക, പ്രവാചകന്മാരും സ്വഹാബികളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളും ആയിരിക്കും. മറ്റ് പലരും ഭൗതികമായി നല്ല ക്ഷേമങ്ങളുള്ള ചിലരൊക്കെ വന്നേക്കാം. പക്ഷേ അങ്ങനെ ഒന്നുമില്ലാതെ, വേണ്ടത്ര ഭക്ഷണമോ ഭൗതിക സാഹചര്യങ്ങളോ ഇല്ലാതിരിക്കുമ്പോഴും അതൊക്കെ അങ്ങേയറ്റം ഉള്ളവരെക്കാൾ സന്തോഷം അനുഭവിച്ച ഒരു ജനത, അവരെയാണ് നമുക്ക് സ്വഹാബികൾ എന്ന് വിളിക്കാവുന്നത്. എന്തായിരുന്നു ആ ആഹ്ലാദത്തിന്റെ രഹസ്യം എന്ന അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ അതിന് ഉത്തരമായി കിട്ടുക ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ആഹ്ലാദമായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം, ആ ജന്മത്തിന് ശേഷമുണ്ടായ സാന്നിധ്യം മനുഷ്യരാശിയിൽ ഇന്നേ വരെ അനുഭവിച്ചതിനേക്കാൾ, ഇനി ഒരിക്കലും അനുഭവിക്കാനിടയില്ലാത്തതിനേക്കാൾ ഉജ്ജ്വലമായ ഒരു ആഹ്ലാദ സാന്നിധ്യമായിരുന്നു എന്ന് കാണാം. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള ജനതക്ക് ആ സൗഭാഗ്യത്തിന് കുറവ് വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ഉള്ള സ്വഹാബത്തിന് എല്ലാ നിമിഷവും എല്ലാ ദിവസവും അവർക്ക് എന്താണ്? അവർക്ക് മീലാദുൻ നബിയാണ്. ഔഖാത്തുനാ മീലാദ്, ഔഖാത്തുനാ ഈദ്. ഓരോ നിമിഷവും അവർക്ക് ഈദാണ്, ഓരോ നിമിഷവും അവർക്ക് മീലാദുൻ നബിയാണ്. പക്ഷെ പിൽക്കാലത്ത് നമുക്കറിയാം, ഒരുപാട് കാരണങ്ങളാൽ അതൊക്കെ നഷ്ടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയുടെ സാന്നിധ്യം മാത്രമല്ല, മറ്റ് ചിലതൊക്കെ നഷ്ടമായി. അങ്ങനെയുള്ളിടത്ത് നബവീയമായ ഓർമ്മകളെ, പ്രവാചകീയമായ സ്മരണകളെ തിരിച്ചു കൊണ്ടുവരാൻ പ്രവാചകൻ എന്നതും പ്രവാചകത്വം എന്നതും മറ്റ് പല വിഷയങ്ങൾ പോലെ, ഫിഖ്ഹ് പോലെ, മറ്റ് പലതും പോലെ ഒരു പഠന വിഷയമാക്കിയും ഒരു ഓർമ്മ നാൾ ആക്കിയും ഒക്കെ എടുക്കേണ്ടി വന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് നാം ഇപ്പോൾ മീലാദു ഷരീഫിൽ ഒരു സന്ദേശത്തിനായി, ഒരു ചർച്ചക്കായി ഇരിക്കുന്നത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കട്ടെ, ആമീൻ. ഈ മീലാദ് പക്ഷേ ചരിത്രത്തിൽ
ഒരു വലിയ മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ്. കോവിഡ് കാലത്തെ മീലാദുൻ നബി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ കോവിഡ് പരിഹാരത്തിന് എന്താണ് ഈ മീലാദുൻ നബിയിൽ നിന്ന്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ലഭിക്കുക എന്നതാണ് സ്വാഭാവികമായും പ്രസക്തമായ ഒരു സന്ദേശം ആവേണ്ടത്. അപ്പോഴേ അതൊരു സന്ദേശമാവുകയുള്ളൂ. ഒരു സന്ദേശം അഥവാ ഒരു വൈജ്ഞാനികമായ ഉണർത്തൽ എന്നത് അതിന് പ്രസക്തി ഉണ്ടാകണമെങ്കിൽ അത് ആ സാഹചര്യത്തോട് സംവദിക്കുന്നതും സാഹചര്യത്തിന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്നതുമായിരിക്കണം. എങ്കിൽ പിന്നെ കോവിഡ് കാല മീലാദ് സന്ദേശം എന്ന് പറയുമ്പോൾ കോവിഡിനെ പരിഹരിക്കാൻ ഉതകുന്നതായിരിക്കണം. ആ പരിഹാരമാണ് യഥാർത്ഥത്തിൽ ലാ അദ്വ എന്ന ആകാശവും ഭൂമിയും ഉൾക്കൊള്ളുന്ന രണ്ട് വാക്ക്. ഞാനും നിങ്ങളും പറയുന്നത് പോലെയോ മറ്റേതെങ്കിലും തത്വചിന്തകന്മാരോ മറ്റോ പറയുന്നത് പോലെയോ അല്ല. പ്രവാചക മൊഴി എന്ന് പറയുമ്പോൾ അത് ഓരോ വാക്കും ഓരോ ലോകമാണ്. ലാ അദ്വ എന്ന രണ്ട് വാക്ക് യഥാർത്ഥത്തിൽ വാനവും ഭൂമിയും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണ്, വലിയ ഒരു മെഡിസിനൽ റിബലിസമാണ്, ഒരു വലിയ ശാസ്ത്ര ധാരണ തിരുത്ത് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് പ്രവാചകന്മാരുടെയും പിൽക്കാല പ്രവാചകാനന്തര ജ്ഞാനികളുടെയും പ്രത്യേകത അതാത് സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ധാരണകളെ തിരുത്തിക്കൊണ്ടാണ് അവർ വന്നത് എന്നതാണ്. ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ മതത്തിന്റെ അടിസ്ഥാനം തന്നെ തുടങ്ങുന്നത്. നിങ്ങളെ കരുതി വെച്ചതല്ല ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ പ്രാഥമികമായ അനുഭവങ്ങളിൽ ഉള്ളതൊന്നുമല്ല ശരി. അപ്പൊ മനുഷ്യന്റെ പ്രാഥമികമായി അവന്റെ ഭക്ഷണം മുതൽ അവന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതായി അവന് തോന്നാനിടയുള്ളത് പലവിധങ്ങളായ വസ്തുക്കളും പ്രതിഭാസങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല ശരി, അതിനപ്പുറത്തുള്ള ഒരു ശരിയായ ശരിയുണ്ട് എന്ന് പറയാനാണ് പ്രവാചകൻ വന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്കിൽ ഇത് ഏറ്റവും നന്നായി നടന്ന ഒരു മേഖലയാണ് വൈദ്യശാസ്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോൾ ഉണ്ടായിരുന്ന വൈദ്യധാരണകളെ അടിമുടി തിരുത്തിക്കൊണ്ടാണ് പ്രവാചക വൈദ്യത്തിന്റെ, പ്രവാചക സന്ദേശത്തിന്റെ അരങ്ങേറ്റം ഉണ്ടാകുന്നത്. അപ്പോഴേ അതിന് പ്രസക്തിയുള്ളൂ. അതിലൊന്നാണ് രോഗങ്ങളെ കുറിച്ചുള്ള ഒരുപാട് ധാരണ പിശകുകൾ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമുടി തിരുത്തുകയും അത് തിരുത്തിയത് കൊണ്ട് തന്നെ ആ രോഗങ്ങളിൽ നിന്നൊക്കെ വിമോചനം നേടുവാൻ ആ രാജ്യത്തിന്, ആ രാഷ്ട്രങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പൊ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയുടെ ആലോചനയിൽ നിന്നുണ്ടാകുന്ന ചില ധാരണകൾ വെച്ചാണ് അന്നും ഇന്നും മനുഷ്യൻ ചികിത്സിക്കുന്നത്, രോഗങ്ങളെ നേരിടാൻ ശ്രമിക്കുന്നത്. പക്ഷെ ആ പരിമിതമായ ബുദ്ധിയുടെ അറിവ് കൊണ്ട് രോഗങ്ങളെ ചികിത്സിക്കുന്നത് വളരെ പരീക്ഷണാത്മകമായ ഒരു ഭാഗ്യപരീക്ഷണം മാത്രമാണ്. അതിനാൽ തന്നെ വൈദ്യശാസ്ത്രം പ്രവാചക വഴിക്ക് വരുമ്പോഴുള്ള പ്രത്യേകത അത് യാതൊരു തെറ്റിനും സാധ്യതയില്ലാത്തതിനാൽ പരാജയ സാധ്യത നന്നേ കുറയും എന്നതാണ്. എന്നാൽ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുഭവവേദ്യമായതിന്റെ പരിധിയിൽ വെച്ചുകൊണ്ടുള്ള വൈദ്യശാസ്ത്രം, അതിന്റെ പ്രശ്നം അത് ചിലപ്പോൾ താൽക്കാലികമായ ഫലങ്ങളെ ഉണ്ടാക്കിയേക്കുമെങ്കിലും ആ ഫലത്തിന്റെ പല മടങ്ങ് അതിന്റെ ദുരിതങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും എന്നതാണ്. ഇപ്പൊ കോവിഡ് വിഷയത്തിൽ തന്നെ
കോവിഡ് മരണങ്ങളെ കുറിച്ചുള്ള പഠനം ഉൾക്കൊള്ളുന്ന ഏറ്റവും പുതിയ പഠനം എടുക്കുക. ലിൻഡ ഹാരിസന്റെ പഠനം ഏറ്റവും പുതിയ കോവിഡ് മരണങ്ങൾ എന്നതിനെ സംബന്ധിച്ച ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലിൻഡ ഹാരിസന്റെ പഠനം എടുക്കുക. അവിടെ മരുന്നുകളുടെ ഉപയോഗത്തിന്റെ പലതരത്തിലുള്ള മാറ്റങ്ങൾ, പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണങ്ങൾ വന്ന് അതിനൊക്കെ വിധേയരായവരുടെ മരണങ്ങളെ കൃത്യമായി നമുക്ക് വായിക്കാൻ പറ്റും. അതൊരു പുതിയ കാര്യമല്ല. മെഡിക്കൽ രംഗത്ത് അനുവദനീയമാണ്. രോഗികൾ ട്രീറ്റ്മെന്റൽ പരീക്ഷണങ്ങളുടെ, വൈദ്യ പരീക്ഷണങ്ങളുടെ പരീക്ഷണ മൃഗങ്ങളാവുക എന്നതിന് മെഡിക്കൽ അനുവാദമുണ്ട്. ഇല്ലെങ്കിൽ പലതും നടക്കില്ല. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഇരകളാക്കപ്പെട്ട് മരണപ്പെടുന്ന രോഗികൾ യഥാർത്ഥത്തിൽ അവരുടെ ജീവന്റെ അവകാശം, അതൊരു വലിയ വിഷയമാണ്. മെഡിക്കൽ പരീക്ഷണങ്ങളുടെ, മെഡിക്കൽ സയൻസ് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ധാർമ്മിക പ്രതിസന്ധിയും അത് തന്നെയാണ്. ഇവിടെയാണ് കുറ്റമറ്റ ഒരു വിജ്ഞാനം, ഒരു ഉറവിടത്തിൽ നിന്നുള്ള വൈദ്യശാസ്ത്രമാവുക എന്നതിന്റെ പ്രസക്തി. ആ വൈദ്യശാസ്ത്രം പറഞ്ഞയാൾ അത് പൂർണ്ണമായി നടപ്പിലാക്കി കാണിക്കുക എന്നതിന്റെ മറ്റൊരു പ്രസക്തി. ഇവിടെയാണ് പ്രവാചകീയമാകണം വൈദ്യം എന്നതും പ്രവാചക വൈദ്യത്തിന്റെ യുക്തി അവിടെയാണ്. പരീക്ഷണാത്മകം മാത്രമായ എവിടെയും തെളിയിക്കപ്പെടാത്ത വൈദ്യങ്ങളുടെ അയുക്തിയിലാണ് ആധുനിക കോവിഡ് ആലോചനകൾ നടക്കേണ്ടത്. എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. രോഗരഹിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതായി എവിടെയും തെളിയിക്കപ്പെടാത്ത പരീക്ഷണ സിദ്ധാന്തങ്ങളുടെ ഇരകളാക്കപ്പെടുന്ന മനുഷ്യർ. അത് വലിയൊരു പരിമിതിയാണ്. എങ്കിൽ അതിന്റെ യുക്തിഭദ്രമായ ഉത്തരം എന്താണ്? കുറ്റമറ്റ നിലയിൽ നടപ്പിലാക്കുകയും വിജയിക്കുകയും ചെയ്ത ഒരു ചരിത്രാനുഭവത്തിൽ നിന്ന് പകർത്തൽ എന്നതാണ് അവിടെ യുക്തി. എങ്കിൽ ആ യുക്തിഭദ്രമായ ലോജിക്കൽ മെഡിസിനാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അതെങ്ങനെയാണ്? ചരിത്രത്തിൽ രോഗങ്ങളുടെ ഒരു ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട് തന്റെ പ്രവാചകത്വം എന്ന വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും ദൗത്യം നിർവഹിക്കാൻ അതിന്റെ ഒരു മാധ്യമം എന്ന നിലയിൽ രോഗചികിത്സയെ കൂടി, വൈദ്യശാസ്ത്രപരമായ ഇടപെടലിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റ് പല വിഷയങ്ങളിലും എന്ന പോലെ ഈ വിഷയത്തിലും പൂർണ്ണമായ വിജയം നേടി രോഗങ്ങളെ ഇല്ലാത്ത ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് നടന്നു. അത് ചരിത്രത്തിലെ എക്കാലത്തെയും തിളങ്ങുന്ന അധ്യായമായി കൊണ്ട് നിർത്തി. അങ്ങനെ നിർത്തിയ ശേഷമാണ് പറയുന്നത്, ഈ വൈദ്യശാസ്ത്രത്തിന്റെ കെയർ ഓഫിലാണ്, ഈ വൈദ്യശാസ്ത്രത്തിന്റെ റൂട്ടിലാണ് ഇനി അങ്ങോട്ടുള്ള നാഗരികതകളെല്ലാം വിജയിക്കാനിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് മാത്രമല്ല യുക്തി. അതേ സമയത്ത് ഇപ്പുറത്ത് നടക്കുന്നത് പരീക്ഷണങ്ങളുടെ ഒരു വൈദ്യ സങ്കല്പങ്ങളാണ്, ഊഹങ്ങളാണ്. അതിന് 3 അടിസ്ഥാനങ്ങളാണുള്ളത്. 1 നിരീക്ഷണങ്ങൾ, 2 പരീക്ഷണങ്ങൾ, 3 അനുഭവങ്ങൾ. ഇത് 3ഉം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പരിമിതിയിൽ വലിയ അപകടങ്ങളുള്ളതാണ്. അപ്പൊ മനുഷ്യന്റെ അനുഭവങ്ങളുടെ പോലും അപ്പുറമുള്ള ഒരു സത്യത്തിൽ നിന്ന്, ആ സത്യത്തിന്റെ ഒരു ശാസ്ത്രത്തിൽ നിന്നാകണം യഥാർത്ഥത്തിൽ വൈദ്യം വരേണ്ടത്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലായിരിക്കണം വൈദ്യം, പ്രവാചക വചനങ്ങളിൽ നിന്നുള്ളതായിരിക്കണം വൈദ്യം, അതിന്റെ അടിസ്ഥാന സ്രോതസ്സായിരിക്കുന്ന ഖുർആനിൽ നിന്നുള്ളതായിരിക്കണം വൈദ്യം എന്നതിന്റെ യുക്തിയും എന്നതിന്റെ പ്രസക്തിയും അവിടെയാണ്. ഇങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈദ്യ വചനങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. അതിന്റെ വ്യാഖ്യാനങ്ങളായ അത്തിബുൻ നബവി എന്ന പേരിലുള്ള 100 കണക്കിന് ഗ്രന്ഥങ്ങൾ, എല്ലാ നൂറ്റാണ്ടുകളിലും രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ പോകുന്നു.
അവിടെയൊക്കെ നമുക്ക് കാണുന്ന കോവിഡ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാകേണ്ടതാണ് ലാ അദ്വ എന്ന സന്ദേശം. മറ്റെന്ത് നമ്മൾ ഈ ഭാഗത്ത് ഈ സമയത്ത് പറഞ്ഞാലും അത് നമ്മുടെ ബാധ്യത നിർവഹിച്ചു എന്ന് പറയാനാവില്ല. ബാധ്യത നിർവഹിക്കുക, പ്രവാചക പ്രതിനിധികളുടെ ബാധ്യത എന്താണ്? ആവശ്യമുള്ളത്, അത്യാവശ്യമുള്ളത് എന്തോ അത് നൽകാൻ പറ്റണം. അത് നൽകാൻ പറ്റണം. ഈ 2 വാക്ക് പറയുന്നതിന് പകരം 2000 വാക്ക് പൊതുവായതോ ഹദീസിലുള്ളത് തന്നെയോ പറഞ്ഞാലും ജനങ്ങൾക്ക് ദിശാബോധം ഇപ്പോൾ ലഭിക്കേണ്ടത് ഈ വിഷയത്തിലാണ്. ലോകം സ്റ്റക്കായിരിക്കുന്നത് ഈ വിഷയത്തിലാണ്. ലോകം ചലിക്കേണ്ടത് ഈ വിഷയത്തെ മറികടന്നുകൊണ്ടാണ്. എങ്കിൽ പിന്നെ ഈ വിഷയത്തിലാണ് കൃത്യമായ പരിഹാരം ലഭിക്കേണ്ടത്. അതുകൊണ്ട് പ്രവാചക പ്രതിനിധികളെന്ന് സ്വയം കരുതുന്നവർ, പ്രവാചക പ്രതിനിധികളെന്ന് ഏൽപ്പിക്കപ്പെട്ടവർ ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടി പറയേണ്ട, പഠിപ്പിക്കേണ്ട ഒരു ചികിത്സാ വചനം, ചികിത്സാ സൂക്തം, കോവിഡ് കാല വൈദ്യ സൂക്തം ലാ അദ്വ എന്നതാണ്. എങ്ങനെയാണ് ഇതിനെ ഈ ഏത് സ്രോതസ്സിൽ നിന്നും ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയുമാണ് ഇതിനെ നാം പഠിക്കേണ്ടത് എന്നത് പ്രധാനമാണ്. ഈ ഹദീസിനെ നാം കാണുന്നത് ബാബു തിബ് എന്ന സ്വഹീഹുകളിലെ പ്രത്യേക ഭാഗത്താണ്. ബാബുൽ ഈമാനിലല്ല, ബാബു തൗഹീദിലല്ല. അതുകൊണ്ട് തന്നെ ഈമാനികമോ തൗഹീദിയോ ആയ മായനയേക്കാൾ ഇതിന്റെ പ്രധാന മായന തിബ്ബിയായ മായനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതും അതാണ് ജനങ്ങൾക്ക് പഠിപ്പിക്കേണ്ടതും. ഉദാഹരണത്തിന് സ്വഹീഹ് ബുഖാരി എടുക്കുക. അതിലെ ബാബു തിബ്ബിലെ ആദ്യത്തെ ഹദീസ്, അതിനെ നമ്മൾ ഈമാനിക ബാബുൽ ഈമാനിന്റെ മായന വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഈമാനിലെ 6ാം കാര്യത്തിന്റെ മായനയായിട്ട് അത് കിട്ടും. ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്നാണ് എന്നുള്ള ഒരു മായനയാണ് ബാബുൽ ഈമാനിൽ പെടുത്തിയാലുള്ള മായനയായി ആ ഹദീസിനെ വെച്ചാൽ കിട്ടുക. പക്ഷെ അത് ബാബു തിബ്ബിലെ ഹദീസാണ് എന്നതിനാൽ തന്നെ അതിന് മറ്റ് മായനകളുള്ളതോടൊപ്പം അതിൽ നിന്ന് സന്ദേശമായി കിട്ടേണ്ടത് ബാബു തിബ്ബിലെ തിബ്ബിയായ മായനയാണ്. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ. അതിന്റെ ഈമാനികമായ മായനയല്ല, അതിന്റെ തിബ്ബിയായ മായനയാണ് ഒരു സന്ദേശമായി ലഭിക്കേണ്ടത്. കാരണം അതിനെ ബാബാക്കി വെച്ചിരിക്കുന്നത് തിബ്ബ് എന്ന ബാബിലാണ്. അത് വെറുതെ വെച്ചതല്ല. ചാപ്റ്ററൈസേഷൻ എന്നതിന് കൃത്യമായ ഒരു ശാസ്ത്രം ഹദീസ് വിജ്ഞാനത്തിലുണ്ട് എന്ന് പ്രസ്തുത വിജ്ഞാനത്തിന്റെ പിതാവായി ഗണിക്കപ്പെടുന്ന ഇമാം ഷിഹാബ് സുഹരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകനായ ഇമാം അബൂബക്കർ സുഹരി റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നു. അപ്പോൾ ഒരു ബാബിന്റെ പേര് കൊടുക്കുന്നതും ഒരു ഹദീസ് ഏത് ബാബിൽ പെടുത്തണം എന്ന് തീരുമാനിക്കുന്നതുമൊക്കെ ഒരുപാട് ഉസൂലുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ബാബു തിബ്ബിലെ 1ാമത്തെ ഹദീസിന് ഈമാനികമായ അർത്ഥം വെച്ചാൽ അത് ഈമാൻ കാര്യത്തിലെ ആറാം കാര്യത്തിന്റെ ഒരു മായനയാണ് അതിൽ കിട്ടുക. പക്ഷെ യഥാർത്ഥത്തിൽ അത് ബാബു തിബ്ബിൽ പെട്ടതുകൊണ്ട് അതിന്റെ മായന ഗവേഷണാത്മകമായ മായനയാണ്. എന്ത് രോഗം വന്നാലും അള്ളാഹുവിന്റെ വിധിയാണെന്നും കരുതി 6ാം കാര്യം കരുതി ഇരിക്കാതെ അത് ചികിത്സിക്കണം എന്ന സന്ദേശമാണ് അതിലുള്ളത്. അല്ലാതെ അവന്റെ വിധിയാണെന്നും പറഞ്ഞ് ഇരുന്നാൽ ആ രോഗം കാരണമായി ഇവന്റെ ശരീരം ക്ഷീണിക്കുന്നതിനും ഇനി അതല്ല മരണപ്പെടുന്നതിനുമൊക്കെ ചിലപ്പോൾ ആത്മഹത്യയുടെ സ്ഥാനത്ത് വരെ വരാം. അപ്പോൾ ബാബു തിബ്ബിലാണ് ആ ഹദീസ് എന്നതിനാൽ ആ ഹദീസിന്റെ കർമ്മം എന്താണ്? ആ ഹദീസിന്റെ കർമ്മം ചികിത്സിക്കുക എന്നതാണ്. ഒരു കാരണവശാലും ഇത് എന്റെ ഒരു ദുർവിധിയായി കണ്ട് ഒതുങ്ങിയിരിക്കേണ്ടതില്ല. ഇത് തീർച്ചയായും ചികിത്സിക്കപ്പെട്ട് ശിഫയാക്കപ്പെടുന്നതാണെന്ന് കരുതി
നിരന്തരമായി ശ്രമിക്കാൻ രോഗിയോടും നിരന്തരമായി ആ രോഗത്തിന് ചികിത്സ നൽകാൻ, മരുന്ന് നൽകാൻ ഡോക്ടറോടും കൽപ്പിക്കുന്ന ഹദീസാണത്. ആ ഹദീസ് ബാബുൽ ഈമാന്റെ വായന വെച്ചാലോ ഇതുപോലെയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ ലാ അദ്വ എന്ന ഹദീസ് അത് ബാബു തൗഹീദിലാണെങ്കിൽ ഫാഇൽ ആരാണ് എന്ന വായനയാണ് അതിന് കിട്ടുക. അതല്ല, ബാബു തൗഹീദിലല്ല ഈ ഹദീസ്. ഈ ഹദീസ് ഉള്ളത് ബാബു തിബ്ബിലാണ്. ബാബുൽ തൗഹീദിലേക്ക് ലാ അദ്വ എന്ന ഹദീസിനെ മാറ്റി വെച്ചുകൊണ്ട് മായന പറയാൻ, ആ മായനയുടെ സന്ദേശം അതാണ് സന്ദേശമെന്ന് വരുത്തി തീർക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അത് യഥാർത്ഥത്തിൽ അയിമ്മത്തിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ചാപ്റ്ററൈസേഷന്റെ വലിയ ഒരു പിന്മാറ്റമാണ്. അയിമ്മത്തിൽ നിന്നുള്ള വലിയൊരു പിന്മാറ്റമാകും. എന്നിട്ടോ നാം ഗവൺമെന്റിനൊപ്പിച്ചും ധാരണക്കൊപ്പിച്ചും തൗഹീദിയായ മായന വെച്ചിട്ട് ഒതുങ്ങിക്കൂടാനുള്ള ഒരു വിഫല ശ്രമം നടത്തി എന്ന റെക്കോർഡിലാണ് അത് വരിക. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫാഇല്, ഹഖീഖത്തിൽ ആരാണ് ഫാഇല് എന്നത് തെളിയിക്കുന്ന തരത്തിലാവും അതിനെ നമ്മൾ തൗഹീദിയായ മായനയിലേക്ക് മാറ്റിയാൽ. അത് രോഗത്തിന്റെ കാര്യത്തിൽ, രോഗാണുവിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, അത് കത്തിക്ക് മുറിക്കാനുള്ള കഴിവില്ലാത്ത കാര്യത്തിലും, തീക്ക് കരിക്കാനുള്ള കഴിവില്ലാത്ത കാര്യത്തിലും, ഭക്ഷണത്തിന് വിശപ്പ് തീർക്കാൻ ഉള്ള കഴിവില്ലാത്ത കാര്യത്തിലും, വെള്ളത്തിന് ദാഹം തീർക്കാൻ കഴിവില്ലാത്ത കാര്യത്തിലും എല്ലാം ആ മാന ബാധകമാണ്. അപ്പൊ ലാ അദ്വ എന്ന ഹദീസിന് ഏത് ബാബിലാണോ ആ ഹദീസിലുള്ളത് ആ ബാബിന്റെ മാനയാണ് ആവശ്യം. ആ ഹദീസിനെ നമ്മൾ കൊണ്ടുപോയി വേറൊരു ബാബിലാണെന്ന് വരുത്തി തീർത്ത് ആ ബാബിന്റെ അർത്ഥം വെച്ച് ഒതുങ്ങിക്കൂടിയാൽ അത് സന്ദേശമാകുന്നില്ല, അത് ഇൽമാകുന്നില്ല, അത് ഹദീസിന്റെ ഉദ്ദേശത്തിലേക്ക് വരുന്നില്ല. ഇതാണ് ലാ അദ്വ എന്ന വിഷയത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത്. അപ്പൊ ലാ അദ്വ എന്ന ഹദീസ് ബാബു തിബ്ബിലായതിനാൽ അതിന്റെ തിബ്ബിയായ മായനയാണ് പ്രധാനം, അതിന്റെ തൗഹീദിയായ മായനയല്ല. അതിന് തൗഹീദിയായ മായനയുണ്ട്, അതിന് പ്രസക്തിയുണ്ട്, അതിന്റെ സ്പിരിച്വൽ പ്രാക്ടീസ് ലെവലുണ്ട്, സ്പിരിച്വലായ അതിന്റെ ഇദ്റാക്ക് ലെവലുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഹദീസ് വിജ്ഞാനത്തിന്റെ അവഗാഹം നേടിയ ഉത്തരവാദിത്തപ്പെട്ടവർ ഹദീസ് ഏതേത് ബാബിൽപ്പെടുത്തണം എന്നതിന് വ്യക്തമായ മാനദണ്ഡം വെച്ചുകൊണ്ട് തീരുമാനമെടുത്തവർ ആ ഹദീസിനെ കൊണ്ടുപോയി വെച്ചത് ബാബു തിബ്ബിലായതോടുകൂടി ലാ അദ്വ എന്നതിന്റെ മാന തിബ്ബിയായ മാനയാണ്, അതിന്റെ സന്ദേശം. അതെന്താണ് ആ മാന? അത് ലാ അദ്വ എന്ന് തന്നെയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതാകുന്നില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് അതിന്റെ മാന തന്നെയാണ്, സംശയമില്ല. പക്ഷേ അത് തൗഹീദിയായ ബാബിലാണെങ്കിലാണ് ആ മാനയാണ്, ഇതിന്റെ സന്ദേശമാണ് എന്നത് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പറയേണ്ടി വരിക. അല്ലാതെ ആ തരത്തിലുള്ള മാന അത് ശരി തന്നെയാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ രോഗത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, രോഗാണുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, കത്തിയുടെ കാര്യത്തിലും, തീയിന്റെ കാര്യത്തിലും, ഭക്ഷണത്തിന്റെ കാര്യത്തിലും, വെള്ളത്തിന്റെ കാര്യത്തിലും ഒക്കെ ഫായിലായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. ഭക്ഷണം വിശപ്പ് തീർക്കുന്നില്ല, വെള്ളം ദാഹം തീർക്കുന്നില്ല, തീ കരിക്കുന്നില്ല, കത്തി മുറിക്കുന്നില്ല എന്നതുപോലെ അർത്ഥം വെക്കാനാണെങ്കിൽ ലാ അദ്വ എന്ന ഹദീസ് തൗഹീദിന്റെ ബാബിൽപ്പെടുത്തി അങ്ങനെ മായനയാക്കുമ്പോൾ അത് സന്ദേശമാകും. പക്ഷേ തിബ്ബിന്റെ ബാബിൽ പെടുത്തിയതോടുകൂടി അതിന്റെ സന്ദേശം എന്ന നിലയിൽ നമുക്ക് ലഭിക്കേണ്ടത് തിബ്ബിയായ മായനയുടെ സന്ദേശമാണ്. ആ സന്ദേശം നിലവിലുള്ള മെഡിക്കൽ ധാരണകളെ തിരുത്തുന്നതാണ്. അത് എല്ലാ കാലത്തും ഇസ്ലാമിക സമൂഹം അതാത് കാലഘട്ടങ്ങളിലെ വൈദ്യശാസ്ത്ര ധാരണകളെ തിരുത്തിക്കൊണ്ട് തന്നെയല്ലേ കടന്നു വന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിന് എന്ത് പ്രസക്തിയുള്ളത്? ഇല്ലെങ്കിൽ ഇസ്ലാമിന് എന്ത് പ്രസക്തി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളുടെ ആ ഡാർക്ക് ഏജുമായി ബന്ധപ്പെടുത്തി അവരുടെ ആ ഇരുണ്ട കാലഘട്ടത്തിലെ ഇരുണ്ട സിദ്ധാന്തങ്ങളെ ശരീരത്തിന്റെയും മരുന്നിന്റെയും കാര്യത്തിൽ നിലനിർത്തി
അതിന് ആയത്തു ഹദീസ് ഓതി കടന്നു വന്നതാണോ? അല്ലല്ലോ. പകരം ശരീരത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണകളെ തിരുത്തിക്കൊണ്ടാണ് പ്രൊഫറ്റിക് മെഡിസിനിലെ ഫിസിയോളജി അവതരിപ്പിച്ചിട്ടുള്ളത്. അന്നത്തെ ഫിസിയോളജിക്കൽ കോൺസെപ്റ്റിനെ തിരുത്തിക്കൊണ്ട് അന്നത്തെ ഗ്രീക്കുകാരുടെ മെഡിസിൻ, യുനാനി മെഡിസിൻ അന്നുണ്ടായിരുന്നു. മറ്റു പല വൈദ്യ സംസ്കാരങ്ങളും വൈദ്യധാരണകളും അന്നുണ്ടായിരുന്നു. അതിനൊക്കെ തിരുത്തിക്കൊണ്ട് ശരീരത്തിന്റെ കാര്യത്തിൽ, ശരീര അവയവ ധർമ്മങ്ങളുടെ കാര്യത്തിൽ, മരുന്നിന്റെ കാര്യത്തിൽ, ചികിത്സയുടെ കാര്യത്തിൽ എല്ലാത്തിലും തിരുത്തിക്കൊണ്ടാണ് പ്രവാചകൻ കടന്നു വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ ഇന്നത്തെയും പ്രവാചക പ്രതിനിധികളുടെ ഡ്യൂട്ടി എന്താ? കോവിഡ് കാലത്തിൽ കോവിഡ് വിഷയത്തിൽ ലോകാരോഗ്യ സംഘടനയോ അല്ലെങ്കിൽ ആരോഗ്യ നിരീക്ഷകന്മാരോ കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവർ ഊഹിക്കുന്ന കാര്യങ്ങളെ കാമ എന്നൊരക്ഷരം പറയാതെ ഓക്കെ എന്ന് പറഞ്ഞു കൊടുക്കലോ. അപ്പൊ പിന്നെ ഇസ്ലാമിന് എന്താ ഡ്യൂട്ടി? അപ്പോൾ പിന്നെ ഇസ്ലാമിന് എന്താണ് ഡ്യൂട്ടി? ഇസ്ലാമിന് എന്താണ് പൗരധർമ്മമായിട്ടുള്ളത്? ഇസ്ലാമിന് എന്താണ് ശാസ്ത്രധർമ്മമായിട്ടുള്ളത്? അപ്പൊ കാലാകാലങ്ങളിൽ നിർവഹിച്ചു പോകുന്നത് അതല്ല. ഇബ്നു സീനയെ കുറിച്ച് പഠിച്ചു നോക്കൂ. അതുവരെ ഉണ്ടായിരുന്ന ഈ സാംക്രമിക രോഗങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന മിയാസമിക് കൺസെപ്റ്റ് മുതൽ ഒരുപാട് കൺസെപ്റ്റുകൾ ഹിപ്പോക്രാറ്റിസ് മുതലേ കരുതി വരുന്നത് എന്ന് കരുതി പോന്നിരുന്ന സിദ്ധാന്തങ്ങളെ തിരുത്തുകയാണ് ഇബ്നു സീന ചെയ്തത്. അല്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ തന്റെ മതവും തന്റെ ഫിലോസഫിയും അതും കൂടി കമ്പയർ ചെയ്ത് ഒക്കെ ഓക്കെയാണെന്ന് പറയാനായിരുന്നില്ല. ഒരു കാലത്തും ഇസ്ലാം ശ്രദ്ധിക്കപ്പെട്ട, ഇസ്ലാമിന് വളർച്ചയുണ്ടാകാൻ കാരണമായത് ശാസ്ത്ര മേഖലയിലെ ബദൽ ശാസ്ത്ര സമർപ്പണങ്ങളാണ്. അതെന്തുകൊണ്ടാണ്? അപ്പോഴാണ് ശാസ്ത്രകാരന്മാരും ജനങ്ങളും ചിന്തിക്കുക, ഇതിന് മാത്രം ബദലായ ഒരു സിദ്ധാന്തം പറയാൻ മാത്രം ഉള്ള കഴിവുള്ള, ശേഷിയുള്ള, ശാസ്ത്രാടിത്തറയുള്ള ഒരു മതം എന്ന് സ്വാഭാവികമായും ചിന്തിക്കുന്നത്. അങ്ങനെയാണ് യൂറോപ്പിൽ ഇസ്ലാം വന്നത്. ഏഷ്യയിൽ ഇസ്ലാം സേവനത്തിലൂടെയും യൂറോപ്പിലെ ഇസ്ലാം ശാസ്ത്ര ഇടപെടലിലൂടെയും ശാസ്ത്ര പ്രബോധനത്തിലൂടെയുമാണ് വന്നത്. ഏത് ശാസ്ത്ര പ്രബോധനം? അവര് എഴുതി വെക്കുന്ന ശാസ്ത്രത്തെ ഓക്കെ പറഞ്ഞു കൊടുക്കുന്ന, അതിന് ഖുർആനും ഹദീസും ഓതുന്ന ശാസ്ത്രമല്ല. അവര് കരുതി വച്ചിരിക്കുന്ന ധാരണകളെ തിരുത്തിക്കൊണ്ട് പകരം പദ്ധതികളെ അവതരിപ്പിച്ചപ്പോൾ ജനങ്ങൾക്ക് കിട്ടിയ തുറസ്, ശാസ്ത്രത്തിൽ കിട്ടിയ, സിദ്ധാന്തങ്ങളിൽ കിട്ടിയ, മെഡിസിനിൽ കിട്ടിയ, ബയോളജിയിൽ കിട്ടിയ, എല്ലാത്തിലും കിട്ടിയ തുറസ്സാണ് സ്വാഭാവികമായും ഇസ്ലാമിലേക്ക് യൂറോപ്പിനെ ആകർഷിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ നിലവിൽ കോവിഡ് കാലത്തെ വലിയ ഒരു ധാരണാ തിരുത്താണ് ലാ അദ്വ എന്ന 2 വാക്കുകൊണ്ട് 2000 കാതങ്ങൾ അകലേക്ക് ഇസ്ലാമിനെ എത്തിക്കാൻ പറ്റുന്ന, 2000 കാതങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യരാശിയെ കുതിപ്പിക്കാൻ പറ്റുന്ന 2 വാക്കുകളാണ് ലാ അദ്വ. അതെന്താണ്? അത് ഈ രോഗവിഷയത്തിലുള്ള സിദ്ധാന്തങ്ങൾ. രോഗം എങ്ങനെയാണ് രോഗം ഉണ്ടാകുന്നത് എന്ന വിജ്ഞാനമാണ് എറ്റിയോളജി. ആ എറ്റിയോളജി ഉൾക്കൊള്ളുന്ന പെത്തോളജി. പക്ഷെ ആ പെത്തോളജി എന്നത് അതിന്റെ ബയോളജി, അതിന്റെ ഫിസിയോളജിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ശരീരത്തിലെ പരിണാമ ജീവശാസ്ത്രപരമായ ഒരു സങ്കല്പത്തിൽ നിന്നാണ് നിലവിൽ പെത്തോളജി ഡെവലപ്പ് ചെയ്തത്. എവല്യൂഷണറി ബയോളജിയാണ് നിലവിലുള്ള മെഡിസിൻ കോൺസെപ്റ്റിന്റെ ആകത്തുക എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ബയോളജി എന്ന് പറയുന്നത് ചാൾസ് ഡാർവിനാണ്. അപ്പൊ മെഡിക്കൽ മേഖലയിൽ എവിടെയും ഒരു കൊതുവിന്റെ ചെറുതിനെ കുറിച്ച് പോലുമുള്ള സിദ്ധാന്തം എവല്യൂഷണറി ബയോളജിയിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. അപ്പൊ പെത്തോളജിയിലെ വലിയൊരു പ്രശ്നം എന്താ? ഈ രോഗങ്ങൾ വിട്ടൊഴിയാത്ത വിധം അത് പരിണമിച്ചുകൊണ്ടിരിക്കും എന്നത് എവല്യൂഷണറി ബയോളജിയുടെ കൂടി സ്വാധീനത്തിലുണ്ടായ തെറ്റായ ഒരു സിദ്ധാന്തമാണ്. ഈ മുരടില് പ്രശ്നം വന്നാൽ അതെല്ലാത്തിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. മുരട്ടിലാണ് പ്രശ്നം. ബയോളജി മുതലേ ഇതിൽ പ്രശ്നമുണ്ട്. എവല്യൂഷണറി ബയോളജിയുടെ ബേസിൽ രൂപപ്പെട്ട ഫിസിയോളജി, ആ ഫിസിയോളജിയുടെ ബേസിൽ രൂപപ്പെട്ട പെത്തോളജി, ആ പെത്തോളജിയുടെ ഭാഗമായ എറ്റിയോളജി, ഡയഗ്നോസ്റ്റിക്സ്, മറ്റ് സംഗതികൾ, അങ്ങനെ പോവാം.
അപ്പൊ രോഗാണു എന്നത് രോഗാണുവിന്റെ പരിണാമഘട്ടങ്ങളിലേക്കും അങ്ങനെയൊക്കെ പോകുമ്പോൾ രോഗങ്ങളിൽ നിന്ന് വിട്ടൊഴിയുക എന്നത് ബാബു തിബിൽ, ബുഖാരിയിലെ ബാബു തിബിലെ ആദ്യ ഹദീസ് തന്നെ നിലവിൽ മോഡേൺ മെഡിസിന്റെ അല്ലെങ്കിൽ ബയോളജിയുടെ കൺസെപ്റ്റ് അത് രണ്ടും രണ്ട് ഇതാണ് ഇവിടെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ രോഗം എന്നത് അന്തരീക്ഷം അനുകൂലമാകുമ്പോൾ, രോഗത്തിന് അനുകൂലമാകുമ്പോൾ സംഭവിക്കുന്നതാണ് എന്ന തരത്തിലുള്ള ഒരു സന്ദേശമാണ് പ്രവാചക വൈദ്യത്തിന്റെ പത്തോളജിയിൽ നിന്ന് ലാ അദ്വ എന്ന വചനത്തിലൂടെ ലഭിക്കുക. പകർച്ചവ്യാധി അല്ല. പകർച്ചവ്യാധി എന്ന തരത്തിൽ കോണ്ടാക്ട് ബേസ്ഡ് ടെസ്റ്റും നടത്തി അങ്ങനെ പോയാൽ നിങ്ങൾക്കിതിനെ പരിഹരിക്കാനാവില്ല എന്ന വലിയൊരു സന്ദേശം അവിടെയുണ്ട്. എങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വരുന്നത്? എന്തുമാത്രം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് അവർ രോഗിയെ ഒന്ന് എത്തി നോക്കുക പോലും ചെയ്യുന്നത്. എന്തുമാത്രം പ്രിവെൻഷൻ കരുതിയിട്ടാണ് അവർ എത്തി നോക്കുക പോലും ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിക്കുന്നത്? എങ്ങനെയാണ് സാമൂഹികമായ ബന്ധമില്ലാത്ത ട്രൈബ്സിന് കോവിഡ് വരുന്നത്? അപ്പൊ പകർച്ചവ്യാധി എന്നും കരുതിക്കൊണ്ട് രോഗമുള്ളവരുമായി കോണ്ടാക്ട് ചെയ്താൽ മാത്രം വരുന്ന രോഗമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണ്ട എന്ന വലിയൊരു സന്ദേശം അതിലുണ്ട്. പകരം ഏതൊരാൾക്കും പിടികൂടാവുന്ന തരത്തിലുള്ള വലിയ രോഗങ്ങൾ, പുതിയ രോഗങ്ങൾ ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കും. അത് ലോകവ്യാപകമായിട്ടാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്താവാം. അത് വരുന്നതിന് മുമ്പേ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന പാരിസ്ഥിതിക വിജ്ഞാനം പ്രവാചക വൈദ്യത്തിൽ കൃത്യമായിട്ടുണ്ട്. മുൻകാല ശാസ്ത്രങ്ങൾ, ഇസ്ലാമിക നാഗരികതയിൽ ആ ശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ തൊബീബുകൾ മുന്നറിയിപ്പ് നൽകുമായിരുന്നു, അടുത്ത വർഷം ഇന്ന രോഗം ഇന്ന രീതിയിൽ വരാനാണ് സാധ്യത, അതിനെ ഈ രൂപത്തിലാണ് പ്രതിരോധിക്കേണ്ടത് എന്നവർ പറയുമായിരുന്നു. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന്റെയൊക്കെ ചരിത്രത്തിൽ നോക്കാം. സഹാബികള് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അന്തരീക്ഷത്തെ കുറിച്ച് പറയുന്നത്, അവര് പൊടിപടലങ്ങൾ വരുമ്പോൾ ആ പൊടിപടലങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഈ പൊടിയുടെ ഉത്ഭവം ഇന്ന ഇടത്താണ്, ഇത് നമ്മുടെ ലങ്സിലേക്ക് കയറിയാൽ ഇത് മണ്ണ് എന്നതിന് പകരം ജീവിയായി, സൂക്ഷ്മജീവിയായി മാറും. ആ സൂക്ഷ്മജീവി പിന്നീട് നമ്മുടെ ലങ്സിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോയി രോഗത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ നല്ല പ്രയാസമായിരിക്കും, നല്ല പണിയായിരിക്കും. അതുകൊണ്ട് ഈ പൊടിപടലത്തെ നിങ്ങൾ പ്രതിരോധിക്കണം എന്ന് പറഞ്ഞതൊക്കെ ധാരാളമായി നമുക്ക് കാണാം. ഇമാം അൽ ഹുമൈനിയുടെ തിബ്ബുൻ നബവിയില് ഇമാം യൂസുഫുൽ ബർസാലി ഇവിടെ തിബ്ബുൻ നബവിയിലൊക്കെ കൃത്യമായിട്ട് ഇതിന്റെ ചരിത്രം കാണാം. അപ്പൊ സൂക്ഷ്മജീവികളാലുള്ള രോഗം എന്നതൊക്കെ കൃത്യമായ ഒരു പ്രവാചക വൈദ്യ ധാരണയായിരുന്നു, അല്ലെങ്കിൽ പ്രവാചക വൈദ്യ സിദ്ധാന്തമായിരുന്നു എന്ന് ചുരുക്കം. ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട്